നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത് ഞാനാണെന്നുള്ള കുറ്റബോധത്തിലാ ഓരോ ദിവസവും ഞാൻ തള്ളി നിൽക്കുന്നത്. അതറിയോ നിനക്ക്? അതൊക്കെ മാറ്റാൻ വേണ്ടിട്ടാ നിന്നോട് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറയേണ്ടത്. എന്നിട്ട് അല്ല, കിട്ടുന്ന ശമ്പളത്തിന്റെ പാതി മുഴുവനും ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണല്ലോ നീ. അതിന്റെ കാരണം ആരാ? നീയാ? അല്ല, അമ്മാവൻ. ഞാനോ? അമ്മാവൻ ഈ പണി നിർത്തിയാലേ എനിക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാൻ പറ്റും. നിന്നെ ഇനി എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. മോനെ, നീ ഇനി ആരെയും കാണാൻ പോകണ്ട കേട്ടാ. ഞാൻ കാണാൻ പോകും, ഉറപ്പിക്കും. നിന്നോട് കെട്ടാൻ പറയുന്നു, നീ കെട്ടുന്നു. കെട്ടും. ദേ, കനത്ത വാക്കുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ അവസാനം ഈ വയസ്സാം കാലത്ത് അമ്മാവൻ കിട്ടും. പബ്ലിക് ആണെന്ന് ഞാൻ നോക്കി ഒറ്റ അരി അടിച്ചെന്നുണ്ടല്ലോ ഞാൻ. എന്നാ പിന്നെ താ. അമ്മാവന്റെ ഒരു അടി കൊണ്ടത് ഓർമ്മയെ പോലും ഇല്ല. എന്റെ അമ്മാവ, അവിടെ വന്നിരിക്കുന്ന പെൺകൊച്ചൊരു നല്ല സുന്ദരി കൊച്ചാ. എന്നെ പോലെ ഒരു രണ്ടാം കെട്ടുകാരനെ ഒന്നും അതിന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അതിന് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. എനിക്കൊരു മോളുണ്ട്. അതിന്റെ കാര്യം നോക്കാനുള്ള സമയമേ എന്റെ കയ്യിലുള്ളൂ. അതിന്റെ ഇടയിൽ വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പൊ എന്റെ കയ്യിൽ സമയമില്ല. ഞാൻ പോവാ. ഞാനൊന്ന് ആ ഓഫീസിൽ പോയി ആ കൊച്ചിനെ ഒന്ന് കണ്ടേച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഇങ്ങോട്ട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തനിച്ചല്ലേ നടന്നു വന്നത്? സ്വയം പരീക്ഷിച്ച് തിരിച്ച് നടന്നങ്ങ് പോയാ മതി. എനിക്ക് നല്ല തിരക്കുണ്ട്. ഞാൻ കൂടെ വരാടാ. അതെ മോളെ, അല്ല, എന്റെ മോന്റെ കാര്യം കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ടല്ലോ അല്ലേ? അവന് ഒരു ജീവിതം ഉണ്ടായി കാണുക എന്നുള്ളത് എന്റെ വല്ലാത്തൊരു ആഗ്രഹമാ. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ സാമ്പത്തിക അവസ്ഥയും ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൊരു കുട്ടി മതി. എന്താ? പക്ഷെ മോളെ, ഇനി അധികം ലേറ്റ് ആക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഇത് തീർപ്പാക്കണം. അല്ല, ഈ സ്ഥലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ വരുന്ന നിങ്ങൾക്കാണോ പ്രശ്നം? ഒരാൾ ഇപ്പൊ തന്നെ വന്ന് അയാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അയാളുടെ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞു. അതറിയില്ല. നിങ്ങൾ വന്ന് ആരുടെ കല്യാണം നടത്തണമെന്ന് പറയുന്നു. അല്ല, നിങ്ങളുടെ മകന്റെ കല്യാണം നടത്താൻ എന്നോട് പറയേണ്ട ആവശ്യം എന്താ? എനിക്കെന്താ ഉത്തരവാദിത്തം? മോളെ, നീ എന്റെ മോനെ ദേഷ്യപ്പെട്ട വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ അതൊന്നും കാര്യാക്കണ്ട. എന്താ? ഇനി അതല്ല, നിങ്ങളുടെ ഫീസിന്റെ കാര്യമാണെങ്കിൽ ഞാൻ വില പേശാനൊന്നും വരില്ല. മോളിങ്ങ് പറഞ്ഞോളൂ, ഞാൻ അതുപോലെ അങ്ങ് തന്നേക്കാം. മിസ്റ്റർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടുത്തെ മാനേജറോടാ സംസാരിക്കേണ്ടത്. ആണോ? അല്ല മോള്, ഞാൻ ഇവിടെ മറ്റൊരു കാര്യത്തിന് വന്നിരിക്കുന്നതാ. അപ്പോ കുട്ടി ഇവിടുത്തെ മാനേജർ അല്ലല്ലേ? അല്ല. ക്ഷമിക്കണം മോളെ, ഒരബദ്ധം പറ്റിയതാ. അല്ല, പിന്നെ മോളിവിടെ വന്നത് പറ്റിയ ചക്കന്മാരെങ്ങാനും നോക്കാൻ വേണ്ടിട്ടാണോ? ആണെങ്കി എന്താ? ആണെങ്കി എന്റെ കയ്യിൽ പറ്റൊരാളുണ്ട്. നിങ്ങൾ ബ്രോക്കറാണോ? അല്ല, ബ്രോക്കറല്ല. എന്തായാലും നിങ്ങൾ ആള് കൊള്ളാലോ. ഒരു മാട്രിമോണി ഓഫീസിൽ വന്നിട്ട് അവിടെ ഇരുന്ന് വേറൊരു കല്യാണം ആലോചിക്കുന്നു. അതൊരു ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. മോള് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട.
അല്ല അതേ മോളെ മോളെ കണ്ടപ്പോ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിക്ക. നമ്മൾ തമ്മിൽ നല്ല പരിചയമുണ്ടല്ലോ. കുട്ടിയുടെ നാടെവിടെയാ? എന്റെ നാട് ഇവിടെ തന്നെയാ. ഇനി എന്താ വേറെന്തെങ്കിലും അറിയണമെന്നുണ്ടോ? വേറെ ഒന്നുമില്ല. ആ ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ആ, ശരി. സെക്കൻഡ് മാരേജ് ആണെന്ന് വ്യക്തമായി പ്രൊഫൈലിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഈ വേഷം കിട്ടുന്നത്? നീ ഏത് തരക്കാരിയാണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇനി എന്റെ അമ്മാവിനെ വിളിക്കാനും പാടില്ല, ഈ ആലോചന പ്രൊസീഡ് ചെയ്യാനും പാടില്ല. മനസ്സിലായോ? എന്തായാലും ഇവിടെ വെച്ച് മുൻകൂട്ടി കണ്ടത് നന്നായി. നീ എങ്ങാനും വന്ന് എന്റെ തലയിൽ പെട്ടിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയത്. ഇന്നും ലേറ്റ് ആണല്ലേ? മോനെ സ്കൂളിൽ കൊണ്ടുവിടേണ്ടി വന്നു, അതുകൊണ്ടാ. ഇവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നിട്ട് അവരൊക്കെ കൃത്യസമയത്ത് വരുന്നുണ്ടല്ലോ. ക്ഷമിക്കണം. ഇതിപ്പോ എല്ലാ ദിവസവും ഇത് തന്നെ ആവർത്തിക്കുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടായ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ അടുക്കളയിൽ നിങ്ങൾ തന്നെ പാചകം ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഒരു 5 മിനിറ്റല്ലേ താമസിച്ചോളൂ. അതിനിങ്ങനെ ഇവര് കിടന്ന് വായിട്ടലക്കുന്ന കാര്യം എന്താ? തെറ്റെന്റെ ഭാഗത്താ. 1 മിനിറ്റ് താമസിച്ചാലും അത് തെറ്റാണ്. ആ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാഡത്തിന്റെ വായിലിരിക്കുന്നത് കേട്ടാ മതി. ഞാൻ അവിടെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ഓ രേവതി, ഇത് ഞാൻ ചെയ്തോളാം. മോളൊന്ന് അരിഞ്ഞു നിന്നാ മതി.
ഇതെന്തീ കാണിക്കുന്നേ? കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതാ. ഇത്ര എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണ്ടേ? അവരുടെ ആരോഗ്യമല്ലേ പ്രധാനം. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോ ആ തുകയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി വെക്കേ. കുട്ടികളെ നന്നാക്കിയ പോരെ? ഓരോന്നും ഏത് കണക്കിനാ ചെയ്യണ്ടേന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും സ്വന്തമായിട്ട് തീരുമാനമൊന്നും എടുക്കണ്ട. കേട്ടല്ലോ എല്ലാവരും? ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. അവരങ്ങനെ പലതും പറയും ചേച്ചി. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറേ ഇല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. പറഞ്ഞോട്ടെ. പത്മ, പത്മ, താനെന്നും മാട്രിമോണി ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. അല്ല, എന്താ ഉദ്ദേശം? എന്നും കാണാറുണ്ടോ? ആ, എന്നും കാണാറുണ്ട്. എങ്കിൽ പിന്നെ മാട്രിമോണിയുടെ ഓഫീസിൽ പറഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നൂടെ? അപ്പൊ രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. തനിക്ക് വരുന്നവരെയും അവിടെ നിന്ന് പോകുന്നവരെയും വാച്ച് ചെയ്യാം. അവിടെ ഒരു സെക്യൂരിറ്റി ആവും. അതിനെനിക്ക് എല്ലാവരെയും കാണേണ്ട കാര്യമില്ലല്ലോ. തന്നെ മാത്രമല്ലേ കാണണ്ടോ? ഹേയ് പത്മ, എടോ, ഞാൻ എത്ര കാലമായി പറയുന്നു തന്നെ എനിക്ക് ഇഷ്ടമാന്ന്. താൻ എന്താ അതിനൊരു മറുപടി പറയാത്തെ? മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാന്ന്. മറന്നുപോയോ? എന്നെ ഇഷ്ടമല്ല എന്നുള്ള മറുപടി എനിക്ക് താല്പര്യമില്ല. ഇഷ്ടമുണ്ടെന്ന് എനിക്ക് കേൾക്കേണ്ടത്. എടോ, ഈ പ്രേമിക്കാൻ നടക്കുന്നതിന് മുൻപേ അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഐഡന്റിറ്റിയെ ബഹുമാനിക്കാൻ പഠിക്കണം, അംഗീകരിക്കാൻ പഠിക്കണം. തനിക്ക് ഈ ഭൂമിയിൽ കാണുന്ന ആര് വേണമെങ്കിലും ഇഷ്ടപ്പെടാൻ അവകാശമുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ താൻ കാണുന്നവർക്കും അവരുടേതായ ചിന്തകൾ കാണില്ലേ? ശരി, എങ്കിൽ പറ, തൻ്റെ മനസ്സിലുള്ള പുരുഷന്റെ കോൺസെപ്റ്റ് എന്താ? അത് തന്നോട് പറയേണ്ട കാര്യമില്ല. നോക്ക് കാർത്തിക്, നമ്മൾ അയൽവാസികളാണ്. തന്റെ അമ്മയോട് എനിക്ക് അല്പം ബഹുമാനമുള്ളതുകൊണ്ടാണ് താൻ എന്നെ ശല്യപ്പെടുത്തിയിട്ടും ഞാൻ പരാതി പറയാതിരുന്നത്. പക്ഷെ ഇനി എന്നെ ശല്യപ്പെടുത്തിയ എനിക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. അതിനെന്താടോ, താൻ കംപ്ലൈന്റ് ചെയ്തോ?
ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കൊടുത്താലേ പോലീസുകാർ കൊണ്ടുപോയി നല്ല ഇടിയിടിക്കും. പക്ഷെ ഞാനതങ്ങ് സഹിക്കും. തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കിട്ടുന്നതല്ലേ. അല്ല, തനിക്കൊരു നാണമില്ലേ? തൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇല്ല. എടോ, എനിക്ക് ജീവിതത്തിലൊരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അത് താനായിരിക്കും ഞാൻ ഫിക്സ് ചെയ്തതാ. അതിലൊരു ചേഞ്ചും ഇനി വരാൻ പോകുന്നില്ല. ആ പിന്നെ ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് വരും. എന്തിനാണെന്നറിയോ? ഔദ്യോഗികമായി നമ്മുടെ കാര്യങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിക്കാൻ. കാർത്തിക് പ്ലീസ്, നാണം കേടാൻ നിനക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. പറയാനുള്ളത് രണ്ട് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് താൻ പറയും. ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. എനിവേ, തന്നെ കുറിച്ചല്ലാതെ വേറെ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. പോട്ടെ. കാർത്തിക്, എടോ, ഇന്ന് പറയാനുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ ഞാൻ കേട്ടോളാം. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ബൈ. എഴുതാതിരുന്നത് ഓർക്കാഞ്ഞിട്ടല്ല. ജീവിതം മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ പലതിനും സമയം കിട്ടാതെ വരുന്നു. പ്രിയപ്പെട്ട ആരാധികയ്ക്ക് സുഖമാണോ? സുഖമായിട്ട് പോകുന്നു. അവിടെയും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാമല്ലോ അല്ലേ? ഞാനിടയ്ക്ക് ഓരോ കത്തുകൾ അയക്കാറുണ്ട്. മറുപടിയൊന്നും കിട്ടാറില്ല. എഴുതിയിട്ട കത്തുകൾക്ക് മറുപടി വരാതാവുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ചെറിയ വിഷമം അതെൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷേ സാധാരണ എഴുതുന്ന കത്തിന് മറുപടി വരുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. പക്ഷേ തൻ്റെ കാര്യത്തിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓരോ വരി എഴുതുമ്പോഴും സമാധാനത്തിൻ്റെ ഒരു കാറ്റ് വീശുന്നുണ്ട് മനസ്സിൽ. അതാ എനിക്ക് ഏക ആശ്വാസം. മധുര നമ്പരക്കാറ്റ് വായിച്ചതിന് ശേഷം കാറ്റിനോട് എനിക്ക് ഏറെ പ്രിയമാണ്. കാറ്റിൻ്റെ ശബ്ദം താങ്കളുടെ കവിതയുടെ മൂളലായിട്ടാണ് എനിക്ക് തോന്നാറ്. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കുളിരുള്ളൊരു തലോടൽ പോലെ. അതെനിക്ക് തരുന്ന ആശ്വാസം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ജീവിതം കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഓരോ പ്രായത്തിലും ഓരോരുത്തരാണ് നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയില്ലേ? ആദ്യം അച്ഛനമ്മമാര്, പിന്നെ നമ്മൾ തന്നെ, പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവര്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞ്. അങ്ങനെയൊരു നിയന്ത്രണത്തില് ഞാനിപ്പോ. ഞാനിപ്പോൾ പൂർണ്ണമായും മോളുടെ നിയന്ത്രണത്തില് അവൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവളുടെ കളിയും ചിരിയുക
ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. മോൻ ഭയങ്കര കുസൃതിയാ. അവൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ? എന്ത് കാര്യത്തിനെക്കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഉത്തരം മുട്ടിപ്പോവും. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ ചോദിക്കുന്നതിലൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ അവനും ഇദ്ദേഹത്തെ പോലെ അർത്ഥമുള്ള വരികൾ എഴുതാൻ തുടങ്ങുമായിരിക്കും, അല്ലേ? അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കരുണയും സ്നേഹവുമുള്ള വരികളിലൂടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നല്ലൊരു എഴുത്തുകാരനാവട്ടെ അവനെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.